പല ആളുകളും പല കോണുകളിൽ നിന്നായിട്ട് ആശങ്ക അല്ലെങ്കിൽ സംശയമായിട്ട് പ്രകടിപ്പിച്ചു. ഈ വാചകഘടനയിൽ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നതായിരുന്നു. ഈ വാചകഘടനയിലുള്ള പ്രശ്നം നിങ്ങൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകത്തിന് വിരുദ്ധമായ ഒരു വാചകമായതുകൊണ്ടാണ് ഈ വാചകഘടനയിൽ നിങ്ങൾക്ക് പ്രശ്നം തോന്നിയത്. അപരാധം പ്രതിരോധമല്ല എന്നാണ് ഞാനിവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് മലയാളികൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പദമാണ് പ്രതിരോധം അപരാധമല്ല എന്ന്. പ്രതിരോധം അപരാധമല്ല എന്ന് കേട്ടുവരുന്ന നമുക്ക് അപരാധം പ്രതിരോധമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വാചകഘടനയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിഷ്പക്ഷരായ മലയാള ഭാഷയിൽ പാണ്ഡിത്യമുള്ള പല ആളുകൾക്ക് പോലും സംശയമുണ്ടായി എന്നതാണ്. ഞാൻ മലയാള ഭാഷയിലെ പണ്ഡിതനല്ല, പക്ഷെ എനിക്ക് ഈ ടൈറ്റിൽ നിശ്ചയിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം നടത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മള് ഇപ്പൊ ഈ ഒരു തലക്കെട്ടിൽ സംശയം ഉന്നയിച്ച ആളുകൾക്ക് വേണ്ടി ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിക്കുകയാണ്. ആ സ്ലൈഡ് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് കാണണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ദയവേത് ശ്രദ്ധിക്കണം. 632 അതിനു മുൻപുള്ള 10 വർഷങ്ങളിൽ ഈ 632 എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായിരുന്ന മുഹമ്മദ് മരണപ്പെടുന്ന വർഷമാണ് 632. എല്ലാവർക്കും അറിയാം. ഈ 632 മുൻപുള്ള വർഷങ്ങളിൽ കൊല ചെയ്യപ്പെട്ട നിരവധി ആളുകളുടെ 2 പ്രതിനിധികളാണ് രണ്ട് മുസ്ലിങ്ങൾ വന്നപ്പോ തീർന്ന് ഞങ്ങൾ പോകും. പരിപാടി വിജയിക്കട്ടെ.